ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് 2021 ജാനുവരി മുതൽ 2021 സെപ്റ്റംബർ മാസം വരെയുള്ള ആനുകാലിക വിവരങ്ങളുടെ ഒരു മെഗാ മോക്ക് ടെസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നടത്താനായിട്ട് പോകുന്നത്. ഇനി വരാൻ പോകുന്ന പരീക്ഷകൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് അത് പ്രയോജനം ചെയ്യും. അതായത് ഡിഗ്രി ലെവലിൻ്റെ മെയിൻസ് വരുന്നുണ്ട്, LDC എക്സാം വരുന്നുണ്ട്, മെയിൻസ്, അതുപോലെ തന്നെ LGS മെയിൻസ് എക്സാം വരുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്. ഇവയ്ക്കെല്ലാം തന്നെ നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെടും. നിങ്ങളുടെ പഠന നിലവാരം എത്രത്തോളം ഉണ്ട് എന്നൊരു കാര്യം സ്വയം പരിശോധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏകദേശം 120ഓളം ചോദ്യങ്ങളാണ് ഇവിടെ വരിക. ഓരോ മാസത്തിൽ നിന്നും, അതായത് 2021 ജാനുവരി മുതൽ 2021 സെപ്റ്റംബർ വരെയുള്ള ഓരോ മാസങ്ങളിലെയും 15നും അതുപോലെ തന്നെ 20നും ഇടയ്ക്കുള്ള ചോദ്യങ്ങൾ കളക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ 120ഓളം ചോദ്യങ്ങളാക്കിയിരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും 4 ഓപ്ഷൻസ് വീതം ഉണ്ടാവും. അതിനുശേഷം തൊട്ടടുത്ത സ്ലൈഡിലായിരിക്കും നമ്മൾ അതിൻ്റെ ഉത്തരം പറയുക. ഓപ്ഷൻസ് വായിക്കാൻ വേണ്ടി നിൽക്കില്ല. ക്വസ്റ്റ്യൻ കാണും, അതിനുശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ വേണ്ടി സാധിക്കും. വീഡിയോ ഒന്ന് പോസ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി, റീകളക്ട് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടോ എന്നൊരു കാര്യം സ്വയം ഒന്ന് പരിശോധിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പഠന നിലവാരം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു വീഡിയോയുടെ PDF തീർച്ചയായിട്ടും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അത് അവൈലബിൾ ആയിരിക്കും. ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തേക്കാം. ആവശ്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുമാത്രമല്ല, നമ്മൾ 2000 ജാനുവരി മുതൽ 2021 സെപ്റ്റംബർ മാസം വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ മാസങ്ങളിൽ നിന്നും ഏകദേശം 100-150 ഇടയ്ക്കുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയറുകൾ കളക്ട് ചെയ്തുകൊണ്ട് നമ്മളൊരു ബുക്ക് ലോഞ്ച് ചെയ്തിരുന്നു. അത് ഇൻസ്റ്റാമോജയിൽ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും ആവശ്യമുള്ളവർക്ക് അത് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം. അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ക്വസ്റ്റ്യൻ കണ്ടതിന് ശേഷം ഒന്ന് പോസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ആൻസർ ഗസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റീകളക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. തൊട്ടടുത്ത സ്ലൈഡിൽ നിങ്ങളുടെ ആൻസർ ശരിയാണോ അല്ലയോ എന്നൊരു കാര്യം നോക്കുക. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. 2021 കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ ഏറ്റവും മലിനമായ നദി ഏതാണ്? ഒന്ന് പോസ് ചെയ്യുക, ഉത്തരം കളക്ട് ചെയ്യുക, റീകളക്ട് ചെയ്യുക. ഓക്കെ, എന്താണ്? പെരിയാറാണ് കേട്ടോ, പെരിയാറാണ്. ട്വിറ്ററിന് ബദലായി ഇന്ത്യ പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ കൂ ആണ് കേട്ടോ. കൂ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ട്വിറ്ററിന് ബദലായിട്ട് വന്നത്. ഈ ഒരു ബുക്കാണ് ഇൻസ്റ്റാമോജോയിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞത്. 2020 ജാനുവരി മുതൽ 2021 സെപ്റ്റംബർ വരെയുള്ള അതിപ്രാധാന്യമുള്ള 2002ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു PDF-ൻ്റെ അകത്ത് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ലെവലിൻ്റെ പ്രിലിംസ് 1ാം ഘട്ടം പരീക്ഷ നടന്നിട്ടുണ്ട്. അവിടെ 4 ചോദ്യങ്ങൾ ഈ ഒരു PDF-ൽ നിന്ന് വന്നിരുന്നു. വലിയ നമ്പറൊന്നുമല്ല, എന്നാൽ തീരെ ചെറിയ നമ്പറുമല്ല. 2000 ചോദ്യത്തിൽ നിന്ന് 4 ചോദ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ചെറിയൊരു നമ്പറല്ല. അപ്പോൾ ഇതാണ് ആ ഒരു PDF. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അങ്ങനെ ഓരോ മാസത്തെയും സാധാരണ നമ്മൾ ഇതിൻ്റെ PDF-കൾ 2021 ജാനുവരി മുതൽ ജൂലൈ വരെയുള്ള PDF-കൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അകത്ത്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ഓരോ മാസവും 10-300ഓളം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ പല സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് 13-17 സെഗ്മെൻറ്റുകളായിട്ട് ഡിവൈഡ് ചെയ്ത് 300ഓളം കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇവിടെ അത്രയും കാര്യങ്ങളില്ല. ഇമ്പോർട്ടൻ്റ് അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇവിടെ അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുമല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഓരോ മാസത്തിലും 100 മുതൽ 150 വരെയുള്ള കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഒഴിവാക്കാൻ വേണ്ടി സാധിക്കാത്ത 150ഓളം കാര്യങ്ങളാണ് ഇവിടെ ഓരോ മാസത്തിലും ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു PDF അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇൻസ്റ്റാമോജോയിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. KSRTCയുടെ പാഴ്സൽ സർവീസിൻ്റെ പേര് എന്താണ്? KSRTC ലോജിസ്റ്റിക്സ് എന്നാണ് കേട്ടോ. KSRTC ലോജിസ്റ്റിക്സ്. സ്ത്രീധന പീഡനങ്ങൾക്ക് എതിരെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസിൽ ആരംഭിച്ച ഹെൽപ്പ് ഡെസ്കിൻ്റെ പേര് എന്താണ്? മകൾക്കൊപ്പം എന്നാണ്. മകൾക്കൊപ്പം. കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷയായിട്ട് നിയമിതയാകുന്നത് അഥവാ ആയത് ആരാണ്? ഇപ്പോഴത്തെ കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? അഡ്വക്കേറ്റ് P. സതീദേവിയാണ്. അഡ്വക്കേറ്റ് P. സതീദേവി. രാജ്യവിഭജന ഭീതി ഓർമ്മ ദിനമായിട്ട് കേന്ദ്ര സർക്കാർ ഒരു ദിനം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതാണ് ആ ദിനം? ഓപ്ഷൻസ് നോക്കുക. ഓഗസ്റ്റ് 14. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ രക്ഷിക്കുവാനുള്ള ദൗത്യം ഇന്ത്യ ഒരു ഓപ്പറേഷൻ നടത്തിയിരുന്നു. എന്തായിരുന്നു ആ ഒരു ഓപ്പറേഷൻ്റെ പേര്? നമ്മൾ ഫ്ലൈറ്റൊക്കെ വിട്ടുകൊടുത്തിരുന്നു. എന്തായിരുന്നു ആ ഒരു ഓപ്പറേഷൻ്റെ പേര്? ഓപ്പറേഷൻ ദേവി ശക്തി എന്നാണ്. ഓപ്പറേഷൻ ദേവി ശക്തി. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ വിമാനവാഹിനി കപ്പലിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ആൻസർ INS വിക്രാന്ത് ആണ്. INS വിക്രാന്ത്. രാജ്യത്തെ പുതിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് സംവിധാനം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ഉത്തരം ഇ-റുപ്പി എന്നാണ്. ഇ-റുപ്പി. അടുത്തിടെ റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ, ആ ഒരു പോർട്ടലിൻ്റെ പേര് എന്താണ്? റവന്യൂ മിത്രം എന്നാണ് കേട്ടോ. റവന്യൂ മിത്രം എന്നാണ്. കേരള ഗവൺമെൻറ് ആണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ആദ്യ യുവജന സഹകരണ സംഘം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്?
കോട്ടയമാണ് കേട്ടോ, കോട്ടയമാണ്. 2020 ന്യൂ ഗ്ലോബൽ യൂത്ത് ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 122 122. ITBPയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? നിലവിലെ ഡയറക്ടർ ജനറൽ ആരാണ്? ITBP സഞ്ജയ് അറോറയാണ്, സഞ്ജയ് അറോറ. അടുത്തിടെ ഗതാഗത യോഗ്യമായ കേരളത്തിലെ ആദ്യ തുരങ്കപാത അത് കുതിരാൻ തുരങ്കമാണ്. അത് ഏത് NHന്റെ ഭാഗമാണ്? ഓപ്ഷൻസ് നോക്കുക. NH 544 കേട്ടോ, NH 544. പുരുഷന്മാരുടെ ജാവലിംഗ് ത്രോ 64 കിലോ വിഭാഗത്തിൽ ടോക്കിയോ പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ആരാണ്? സുമിത് ആൻറ്റിലാണ്, സുമിത് ആൻറ്റിൽ. ഒളിമ്പിക്സിന് യോഗ്യത നേടിയ ആദ്യ ഇന്ത്യൻ വനിതാ ഗോൾഫ് താരം ആരാണ്? നാലാമത്തെ പൊസിഷൻ അവർ നേടുകയും ചെയ്തു ഒളിമ്പിക്സിൽ മത്സരിച്ചിട്ട്. ആരാണ്? അദിതി അശോകാണ്, അദിതി അശോക്. മത്സ്യ വിൽപ്പനക്കാരായ വനിതകൾക്ക് വേണ്ടിയിട്ട് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്ര നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? സമുദ്ര എന്നാണ് കേട്ടോ, സമുദ്ര എന്നാണ്. 2020 സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള മുഖ്യമന്ത്രിയുടെ പുരസ്കാരം നേടിയത് ഏത് പോലീസ് സ്റ്റേഷനാണ്? തമ്പാനൂർ പോലീസ് സ്റ്റേഷനാണ്, തമ്പാനൂർ പോലീസ് സ്റ്റേഷൻ. കേരളത്തിലെ പുതിയ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? പുതിയ DGP ആരാണ്? അനിൽകാന്താണ് കേട്ടോ, അനിൽകാന്താണ്. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നീ മേഖലകളെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയുടെ പേര് എന്താണ്? സുഭിക്ഷ കേരളം എന്നാണ്, സുഭിക്ഷ കേരളം. അങ്കണവാടി കുട്ടികൾക്ക് പ്രീ സ്കൂൾ കിറ്റ് വിതരണം ചെയ്യുന്ന പദ്ധതിയുടെ പേര് എന്താണ്? അതിന്റെ പേര് കിളിക്കൊഞ്ചൽ എന്നാണ്, കിളിക്കൊഞ്ചൽ. 2021 ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 142 കേട്ടോ, 142. കേരളത്തിൽ ആദ്യമായി സിക്ക വൈറസ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ് കേട്ടോ, തിരുവനന്തപുരം. മിൽമ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വേണ്ടിയിട്ട് KSRTCയുമായിട്ട് ചേർന്ന് ആരംഭിക്കുന്ന പദ്ധതി എന്താണ്? ഓപ്ഷൻസ് നോക്കുക. മിൽമ ഓൺ വീൽസ് എന്നാണ് കേട്ടോ, മിൽമ ഓൺ വീൽസ് എന്നാണ്. 2021 വനിതാ വിംബിൾഡൺ കിരീടം നേടിയത് ആരാണ്? വനിതാ വിംബിൾഡൺ കിരീടം നേടിയത് ആരാണ്? ആഷ്ലി ബാട്ടിയാണ് കേട്ടോ, ആഷ്ലി ബാട്ടിയാണ്. അടുത്തിടെ അഫ്ഗാനിസ്ഥാനിൽ കൊല്ലപ്പെട്ട ഇന്ത്യൻ ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പേര് എന്താണ്? ഡാനിഷ് സിദ്ദിഖി എന്നാണ്, ഡാനിഷ് സിദ്ദിഖി എന്നാണ്. അദ്ദേഹം 2018 പുലിറ്റ്സ്കർ പുരസ്കാര ജേതാവ് കൂടിയായിരുന്നു, ഡാനിഷ് സിദ്ദിഖി. ഗ്രാമീണ മേഖലകളിൽ ബസ് സർവീസ് ലഭ്യമാക്കുന്നതിനുള്ള KSRTCയുടെ പദ്ധതി അറിയപ്പെടുന്ന പേര് എന്താണ്? ഗ്രാമവണ്ടി എന്നാണ്, ഗ്രാമവണ്ടി. 2022 ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി ഏതാണ്? ഖത്തറാണ് കേട്ടോ, ഖത്തറാണ്. ലോകത്തിലെ ആദ്യത്തെ തടിയിൽ തീർത്ത സാറ്റലൈറ്റിന്റെ പേര് എന്താണ്? വിസ വുഡ്സാറ്റ എന്നാണ്, വിസ വുഡ്സാറ്റ എന്നാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗർഭിണികൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്നതിനുള്ള ക്യാമ്പയിൻ, ആ ഒരു ക്യാമ്പയിൻ്റെ പേര് എന്താണ്? മാതൃകവചം എന്നാണ് കേട്ടോ, മാതൃകവചം എന്നാണ്. മാതൃസുരക്ഷയല്ല, മാതൃകവചം എന്നാണ്. ചൈന നിർമ്മിച്ച കൃത്രിമ സൂര്യന്റെ പേര് എന്താണ്? ചൈന നിർമ്മിച്ച കൃത്രിമ സൂര്യന്റെ പേര് എന്താണ്? ഉത്തരം ഈസ്റ്റ് ആണ് കേട്ടോ, ഈസ്റ്റ് ആണ്. അതായത് സൂര്യനിൽ നമുക്കറിയാം അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫ്യൂഷനാണ്, മില്യൺ കണക്കിനാണ്. അതായത് സ്കെയിലിനകത്ത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 120 മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യൻ്റെ ടെമ്പറേച്ചർ. അത്രയും ഉയർന്ന താപം ജനറേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്ന ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ചൈന നിർമ്മിക്കുകയുണ്ടായി. അതിൻ്റെ പേരാണ് ഈസ്റ്റ് എന്നുള്ളത് കേട്ടോ, ഈസ്റ്റ്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറാണ് ഈസ്റ്റ്. പ്രായപൂർത്തിയായ എല്ലാവർക്കും വാക്സിനേഷൻ ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വില്ലേജ് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിൻ്റെ ഉത്തരം വേൻ ആണ്, ബന്ദിപ്പുര. ബന്ദിപ്പുര ജമ്മു ആൻഡ് കാശ്മീരിലുള്ള സ്ഥലമാണ്. ഈ പിക്ചറിനകത്ത് കാണുന്ന പോലെ തന്നെ ജനതാമസം വളരെയധികം കുറവാണ്. അതുകൊണ്ടാണ് ഏറ്റവും ആദ്യം അവിടെ വാക്സിനേഷൻ നടത്താൻ വേണ്ടി സാധിച്ചത്. വേൻ, ബന്ദിപ്പുര. ഇന്ത്യയിലെ ഏറ്റവും മൂല്യമുള്ള സ്റ്റാർട്ടപ്പായി മാറിയ സ്ഥാപനം ഏതാണ്? ബൈജൂസ് ആണ് കേട്ടോ, ബൈജൂസ് ആണ്. ഗാർഹിക പീഡനങ്ങൾ അറിയിക്കുവാൻ തപാൽ വകുപ്പ് ഏർപ്പെടുത്തിയ പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻസ് വായിച്ചു നോക്കുക. എന്താണ്?
രക്ഷാദൂത എന്നാണ് കേട്ടോ, രക്ഷാദൂത എന്നാണ്. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വനിതാ കമ്മീഷനോ മറ്റോ അറിയിക്കണം എന്നുണ്ടെങ്കിൽ നേരെ പോസ്റ്റ് ഓഫീസിൽ ചെല്ലുക, പോസ്റ്റ് മാസ്റ്ററിൻ്റെ അടുത്ത് തപാൽ എന്നൊരു കോഡ് പറയുക, അദ്ദേഹം അപ്പോൾ കംപ്ലൈൻറ്റുകൾ എഴുതി വാങ്ങിക്കും. കംപ്ലൈൻറ്റ് എഴുതി വാങ്ങിക്കുന്നത് ഇദ്ദേഹം വനിതാ കമ്മീഷന് ലെറ്റർ അയക്കാൻ വേണ്ടിയൊന്നുമല്ല നിൽക്കുക, ഇത് നേരെ സ്കാൻ ചെയ്ത് അത് ഡിജിറ്റൽ ഫോർമാറ്റിലാക്കിയിട്ട് നേരെ വനിതാ കമ്മീഷന് അറിയിച്ചോളും. അതാണ് രക്ഷാദൂത് എന്ന് പറയുന്ന പദ്ധതി. അവിടെ സ്റ്റാമ്പ് ഫീയോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരാതിപ്പെടാവുന്നതാണ്. മലബാറിലെ ആദ്യ പോലീസ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയാണ്? കോഴിക്കോടാണ് കേട്ടോ, കോഴിക്കോടാണ്. ഒളിമ്പിക്സിലെ ആദ്യ ട്രാൻസ്ജെൻഡർ അത്ലറ്റ് ആരാണ്? ലോറൽ ഹബ്ബാർഡാണ്, ന്യൂസിലൻഡുകാരിയാണ് ലോറൽ ഹബ്ബാർഡ്. നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? കേരളമാണ്, കേരളം. ഇന്ത്യൻ ക്രിക്കറ്റ് കോച്ച് രവിശാസ്ത്രി എഴുതിയ ആദ്യ പുസ്തകം, ആ ഒരു പുസ്തകത്തിന്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. സ്റ്റാർ ഗേസിംഗ്, ദ പ്ലേയേഴ്സ് ഇൻ മൈ ലൈഫ് എന്നുള്ളതാണ്. ഗ്രാമീണ മേഖലയിലെ കോവിഡ് നേരത്തെ കണ്ടെത്തുന്നതിന് ആരംഭിച്ച വാട്സപ്പ് പ്ലാറ്റ്ഫോം, അതിൻ്റെ പേര് എന്താണ്? അതിൻ്റെ പേര് എക്സ്റേ സേതു എന്നാണ്, എക്സ്റേ സേതു. സഞ്ചാരികളെ ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്ന ചൈനയുടെ ബഹിരാകാശ ദൗത്യം, അതിൻ്റെ പേര് എന്താണ്? ഷെൻസു 12 എന്നാണ്, ഷെൻസു 12. പുകയില ഉപയോഗം നിർത്തുവാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന പരിപാടിയുടെ പേര് എന്താണ്? അതിൻ്റെ പേര് ക്വിറ്റ് ലൈൻ എന്നാണ്, ക്വിറ്റ് ലൈൻ എന്നാണ്. ക്രിക്കറ്റ് താരം സുരേഷ് റെയ്നയുടെ ആത്മകഥയുടെ പേര് എന്താണ്? ബിലീവ് എന്നാണ്, ബിലീവ് എന്നാണ്. സ്ത്രീധനവുമായി ബന്ധപ്പെട്ട അതിക്രമങ്ങളും ഗാർഹിക പീഡനങ്ങളും സംബന്ധിച്ച പരാതി നൽകുന്നതിനുള്ള ഓൺലൈൻ സംവിധാനം, അതിൻ്റെ പേര് എന്താണ്? അപരാജിത എന്നാണ്, അപരാജിത എന്നാണ്. അംഗനവാടി വികസനത്തിനായി നടപ്പിലാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പുതിയ പദ്ധതി എന്താണ്? ഓപ്ഷൻസ് നോക്കുക. അതിൻ്റെ പേര് ചായം എന്നാണ്, ചായം എന്നാണ്. ഓൺലൈനായി പോലീസിൽ പരാതി നൽകുവാനുള്ള സംവിധാനം, അതിൻ്റെ പേര് എന്താണ്? മിത്രം കിയോസ്ക് എന്നാണ് കേട്ടോ, മിത്രം കിയോസ്ക് എന്നാണ്. ATM പോലെ ഒരു സംവിധാനമാണ്. അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ പോലീസ് സ്റ്റേഷനിലൊന്നും പോകണ്ട. കേരളത്തിൻ്റെ പല ഭാഗത്ത് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശമുണ്ടായിരുന്നത്. അത് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ സ്ഥാപിച്ചതിന് ശേഷം നമുക്കവിടെ നേരിട്ട് വീഡിയോ കോൾ വഴി പോലീസിൽ വേണമെങ്കിൽ കംപ്ലയിൻറ്റ് കൊടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ എഴുതിയ സംഗതി ഡിജിറ്റലായിട്ട് അതിനെ സ്കാൻ ചെയ്ത് പോലീസ് സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുക്കാം. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അതാണ് മിത്രം കിയോസ്ക എന്നറിയപ്പെടുന്നത്. അടുത്തിടെ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ആണ് യാസ്. ആ യാസിന് പേര് നൽകിയത് ആരാണ്? യാസ എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് അത് രൂപം കൊണ്ടത് ബംഗാൾ ഉൾക്കടലിലാണ്. അതിന് പേര് നൽകിയത് ആരാണ്? ഏത് രാജ്യമാണ്? യാസിന് പേര് നൽകിയത് ഒമാനാണ് കേട്ടോ, ഒമാനാണ്. അടുത്തിടെ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ടോട്ടയാണ്, ടോട്ടയാണ്. അതിന് പേര് നൽകിയത് ആരാണ്? ടോട്ടയ്ക്ക് പേര് നൽകിയത് ആരാണ്? മ്യാൻമാർ ആണ് ടോട്ടയ്ക്ക് പേര് നൽകിയത്. എവിടെയാണ് രൂപം കൊണ്ടത്? അത് അറബിക്കടലിലാണ് രൂപം കൊണ്ടത്. ദിശ, അതായത് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ സിസ്റ്റം ഫോർ ഹെൽത്ത് അവയർനെസ്, അതിൻ്റെ ഹെൽപ്പ് ലൈൻ സേവനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പുതിയ ടോൾ ഫ്രീ നമ്പർ ഏതാണ്? പുതിയ ടോൾ ഫ്രീ നമ്പർ 104 ആണ്, 104. ഓൾറെഡി ഒരു ടോൾ ഫ്രീ നമ്പർ ഉണ്ടായിരുന്നു, അത് 1056 ആണ്. അതൊരു പ്രീവിയസ് ഇയർ ചോദ്യം കൂടിയാണ്. 1056 ആണ്. പുതിയ ടോൾ ഫ്രീ നമ്പർ 104 ആണ്. 2021 മിസ് യൂണിവേഴ്സ് കിരീടം നേടിയത് ആരാണ്? ആൻഡ്രിയ മെസ്സയാണ്, മെക്സിക്കോക്കാരിയാണ് ആൻഡ്രിയ മെസ്സ. കോവിഡ് മൂലമുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സർക്കാർ ആരംഭിച്ച സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം, അതിൻ്റെ പേര് എന്താണ്? സൈക്കോ സോഷ്യൽ സപ്പോർട്ട് പ്രോഗ്രാം, അതിൻ്റെ പേര് എന്താണ്? അതിൻ്റെ പേര് ഒറ്റയ്ക്കല്ല ഒപ്പമുണ്ട് എന്നുള്ളതാണ്. സെയിം ടോൾ ഫ്രീ നമ്പർ തന്നെയാണ്, 1056 തന്നെയാണ്. അതുമല്ല എന്നുണ്ടെങ്കിൽ 144 എന്ന് പറയുന്ന നമ്പർ ഉപയോഗിക്കാം. സ്മാർട്ട് കിച്ചൺ സ്കീം ആരംഭിക്കുന്ന സംസ്ഥാനം ഏതാണ്? വേറൊന്നുമല്ല, ഏതാണ്? കേരളമാണ് കേട്ടോ, കേരളമാണ്. അതായത് ലോൺ കൊടുക്കുന്ന പരിപാടിയാണ്, കിച്ചൺ മോഡേണൈസ് ചെയ്യാൻ വേണ്ടി ലോൺ കൊടുക്കുന്ന പരിപാടിയാണ് സ്മാർട്ട് കിച്ചൺ സ്കീം. സ്പെയിനിലെ ഉയർന്ന ബഹുമതിയായ പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് ജേതാവ് ആരാണ്? അമർത്യ സെൻ ആണ് കേട്ടോ, അമർത്യ സെൻ ആണ് പ്രിൻസസ് ഓഫ് ഓസ്ട്രിയാസ് അവാർഡ് നേടിയത്. സ്പെയിനിലെ ഉയർന്ന ബഹുമതിയായിട്ടുള്ള പ്രിൻസസ് ഓഫ് ഓസ്ട്രിയ അവാർഡ് നേടിയത് അമർത്യ സെൻ ആണ്.
സേവനം അവസാനിപ്പിക്കുവാൻ ഒരുങ്ങുന്ന മൈക്രോസോഫ്റ്റിന്റെ വെബ് ബ്രൗസർ ഏതാണ്? താഴെ തന്നിരിക്കുന്നതിൽ ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ് കേട്ടോ. ഇന്റർനെറ്റ് എക്സ്പ്ലോറർ ആണ്. 2022 കൂടി അത് അതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കും. മൈക്രോസോഫ്റ്റിന്റെ നിലവിലുള്ള ഇന്റർനെറ്റ് ബ്രൗസറിന്റെ പേര് എഡ്ജ് എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി അണ്ടർ വാട്ടർ ഡ്രോൺ നിർമ്മിച്ച കേരളം ആസ്ഥാനമായ സ്റ്റാർട്ടപ്പ്, ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ പേര് എന്താണ്? അതിന്റെ പേര് ഐറോവ് ടെക്നോളജീസ് എന്നാണ്. ഐറോവ് ടെക്നോളജീസ്. ഫ്രാൻസിസ് മാർപ്പാപ്പ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്താൻ പോകുന്ന കേരളീയൻ, ആ ഒരു കേരളീയന്റെ പേര് എന്താണ്? ദേവസഹായം പിള്ള എന്നാണ് കേട്ടോ. ദേവസഹായം പിള്ള എന്നാണ്. അടുത്തിടെ റഷ്യ വികസിപ്പിച്ച ഒറ്റ ഡോസ് കോവിഡ് വാക്സിൻ, അതിന്റെ പേര് എന്തായിരുന്നു? സ്പുട്നിക് ലൈറ്റ് എന്നാണ് കേട്ടോ. സ്പുട്നിക് ലൈറ്റ്. കോവിഡിനെ നേരിടുവാൻ DRDO വികസിപ്പിച്ച മരുന്ന് എന്താണ്? അതിന്റെ പേര് 2DG എന്നാണ്. അതായത് 2-deoxy D-ഗ്ലൂക്കോസ് ഓറൽ പൗഡർ ആണ് 2DG എന്നറിയപ്പെടുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ അനുമതി ലഭിച്ച ചൈനയുടെ കോവിഡ് വാക്സിൻ, അതിന്റെ പേര് എന്താണ്? ചൈനയുടെ കോവിഡ് വാക്സിൻ, അതിന്റെ പേര് സിനോഫോം എന്നാണ്. ഇമ്പോർട്ടന്റ് ആണ്. ചൈനയുടെ കോവിഡ് വാക്സിന്റെ പേര് സിനോഫോം എന്നാണ്. സിനിമയിലെ സമഗ്ര സംഭാവനയ്ക്ക് അടുത്തിടെ കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയ പുരസ്കാരം ഏതാണ്? അടുത്തിടയ്ക്ക് ചോദിച്ചു. എന്താണ് അതിന്റെ പേര്? സത്യജിത്ത് റേ പുരസ്കാരമാണ്. സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന അവാർഡാണ് സത്യജിത്ത് റേ പുരസ്കാരം. കേരളത്തിൽ ആദ്യമായി ചക്കയുടെ പേരിൽ നിലവിൽ വന്ന ബ്രാൻഡ് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. എന്താണ്? തളിർ എന്നായിരുന്നു കേട്ടോ. തളിർ എന്നാണ്. കേരളത്തിൽ നിന്ന് ആദ്യമായിട്ട് നിലവിൽ വന്ന, ചക്കയുടെ പേരിൽ നിലവിൽ വന്ന ഒരു ബ്രാൻഡാണ് തളിർ എന്നുള്ളത്. ഗണിതശാസ്ത്ര മേഖലയിലെ മികച്ച സംഭാവനകൾക്ക് നൽകുന്ന പുരസ്കാരമാണ് ഏബൽ പുരസ്കാരം. ഏബൽ പുരസ്കാരം 2021 ജേതാവ് അല്ലെങ്കിൽ ജേതാക്കൾ ആരൊക്കെയാണ്? 2 പേരാണ് ജേതാക്കളായിട്ടുള്ളത്. ആരൊക്കെയാണ്? ഒരാളുടെ പേര് അവി വിഗ്ഡേഴ്സൺ എന്നാണ്. മറ്റൊരാളുടെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. മറ്റൊരാളുടെ പേര് ലാസ്ലോ ലൊവാസ് എന്നാണ് കേട്ടോ. അവി വിഗ്ഡേഴ്സൺ ആൻഡ് ലാസ്ലോ ലൊവാസ്. ഈ വർഷത്തെ തകഴി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓപ്ഷൻസ് നോക്കുക. പെരുമ്പടവം ശ്രീധര മേനോനാണ് ഈ വർഷത്തെ തകഴി പുരസ്കാരം ലഭിച്ചത്. സമ്മാന തുക 50,000 രൂപയാണ്. ഇംഗ്ലീഷ് ഭാഷാ വിഭാഗത്തിലുള്ള 2020 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. യാഷിക ദത്താണ് കേട്ടോ. യാഷിക ദത്താണ്. ബുക്കിന്റെ പേര് കമ്മിങ് ഔട്ട് ആസ് ദളിത് എന്നുള്ളതാണ്. കമ്മിങ് ഔട്ട് ആസ് ദളിത്. ബ്രിക്സ് ഫിനാൻസ് മിനിസ്റ്റേഴ്സ് മീറ്റിന് വേദിയാകുന്നത് ഏത് രാജ്യമാണ് 2021? അല്ലെങ്കിൽ വേദിയായത് ഏത് രാജ്യമാണ്? ഇന്ത്യ. ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടാനകളെ തുരത്തുവാൻ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിന്റെ ആൻസർ ആനക്കെതിരെ തേനീച്ച എന്നുള്ളതാണ്. ആനക്കെതിരെ തേനീച്ച. 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം നേടിയ ചലച്ചിത്ര നടൻ ആരാണ്? ഓപ്ഷൻസ് നോക്കുക. 2019 ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് അടുത്തിടയ്ക്കാണ് നൽകിയത്. ആർക്കാണത് ലഭിച്ചത്? രജനീകാന്ത് ആണ് കേട്ടോ. രജനീകാന്താണ്. 51ാമത് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. 2021 മാർച്ച് 26 സ്വാതന്ത്ര്യത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ച ഇന്ത്യയുടെ അയൽ രാജ്യം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ബംഗ്ലാദേശ് ആണ്. ബംഗ്ലാദേശ്. അടുത്തിടെ കണ്ടെത്തിയ ക്ഷീരപഥത്തിലെ ഏറ്റവും ചെറിയ തമോഗർത്തം ഏതാണ്? ബ്ലാക്ക് ഹോൾ ഏതാണ്? യൂണിക്കോൺ ആണ്. യൂണിക്കോൺ. യുണൈറ്റഡ് നേഷൻസ് അതായത് UN ജനറൽ അസംബ്ലി 2023 വർഷം എന്ത് വർഷമായിട്ടാണ് ആഘോഷിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കുക. 2023 UN എന്ത് വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത്? ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആയിട്ടാണ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2024 ഇന്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് ആയിട്ടാണ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. 2022 പ്രധാനമായിട്ടും 2 കാര്യങ്ങളായിരുന്നു. ഇന്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ആൻഡ് ഇന്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആയിരുന്നു 2022.
ഒന്ന് പോസ് ചെയ്ത് വായിക്കണേ. അതുപോലെ 2021 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്. മൊത്തം 4 കാര്യങ്ങളായിരുന്നു 2021. ഇപ്പോൾ പ്രധാനമായിട്ടും 4 കാര്യങ്ങളാണ് ആഘോഷിച്ച് വരുന്നത്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമി ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് 2021 ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ 2021 ആണ്. ഓക്കെ, എന്തൊക്കെയായിരുന്നു 2021? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് എലിമിനേഷൻ ഓഫ് ചൈൽഡ് ലേബർ, അതുപോലെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പീസ് ആൻഡ് ട്രസ്റ്റ്, അതുപോലെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്രിയേറ്റീവ് എക്കണോമിക് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് 2021. 22ഉം 23ഉം ഇമ്പോർട്ടൻ്റ് ആണ്. 22 എന്തൊക്കെയായിരുന്നു? ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഗ്ലാസ് ആൻഡ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ആർട്ടിസണൽ ഫിഷറീസ് ആൻഡ് അക്വാകൾച്ചർ ആയിരുന്നു 2022. 23 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് ആണ്. 24 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ക്യാമലറ്റ്സ് ആണ്. 2020 ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്ത് ആണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് ചോദിച്ചു, ഒന്നിലധികം തവണ ചോദിച്ചു. എന്താണ്? 2020 ആണ് ഇൻ്റർനാഷണൽ ഇയർ ഓഫ് നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ്. അതുപോലെ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് പ്ലാന്റ് ഹെൽത്തും 2020 തന്നെയാണ്. 19 എന്തായിട്ടാണ് ആഘോഷിച്ചത്? പ്രീവിയസ് ഇയർ ചോദ്യം തന്നെയാണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് ഇൻഡോജീനിയസ് ലാംഗ്വേജസ് ആണ്. അതുപോലെ 2019 മറ്റൊരു വർഷമായിട്ടും ആഘോഷിച്ചിരുന്നു ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മോഡറേഷൻ. അതാണ് 2019. ഇന്ത്യയിൽ ആയുഷ്മാൻ ഭാരത് ദിവസമായിട്ട് അല്ലെങ്കിൽ ആയുഷ്മാൻ ഭാരത് ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ഏപ്രിൽ 30 കേട്ടോ, ഏപ്രിൽ 30. അടുത്തിടെ റിപ്പോർട്ട് സമർപ്പിച്ച ജെയിൻ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു? ജെയിൻ കമ്മിറ്റി ഓപ്ഷൻസ് നോക്കുക. ISRO ഗൂഢാലോചന കേസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ജെയിൻ കമ്മിറ്റി. വിന്റർ സ്പോർട്സ് അക്കാദമി നിലവിൽ വരുന്നത് എവിടെയാണ്? വിന്റർ സ്പോർട്സ് അക്കാദമി ഓപ്ഷൻസ് നോക്കുക. ഗുൽമാർഗിലാണ് കേട്ടോ, ഗുൽമാർഗിലാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ മൊബൈൽ ആപ്പ് സ്റ്റോർ, പ്ലേ സ്റ്റോർ പോലെ ഇന്ത്യ ഒരു സ്വന്തമായിട്ട് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ഒരു ആപ്പ് സ്റ്റോർ നിർമ്മിച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് എന്താണ്? മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ എന്നാണ്. മൊബൈൽ സേവ ആപ്പ് സ്റ്റോർ. അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ജൂനിയർ സെലക്ഷൻ കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിതയായ കേരളത്തിലെ മുൻ കായിക താരം ആരാണ്? ഓപ്ഷൻസ് നോക്കാം. PT ഉഷയാണ് കേട്ടോ, PT ഉഷയാണ്, PT ഉഷ. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 84 കേട്ടോ, 84. 1ാം റാങ്ക് ജപ്പാനാണ്. ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. എന്താണ്? ഫിഗാക്കു എന്നാണ് കേട്ടോ, ഫിഗാക്കു എന്നുള്ളതാണ് ലോകത്തിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടറിൻ്റെ പേര്. ജപ്പാന്റെ സൂപ്പർ കമ്പ്യൂട്ടറാണ് ഫിഗാക്കു. 2021 മിസ് ടീൻ കേരള ജേതാവ് ആരാണ്? ഓപ്ഷൻസ് കണ്ടല്ലോ, ആരാണ്? നീരജ ജ്യോതിഷ് ആണ് കേട്ടോ, നീരജ ജ്യോതിഷ്. ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായിട്ട് പ്രഖ്യാപിച്ച മധ്യ അമേരിക്കൻ രാജ്യം ഏതാണ്? താഴെ നിന്നിരിക്കുന്നതിൽ ഒരുപാട് രാജ്യങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എൽ സാവദോർ ആണ് കേട്ടോ, എൽ സാവദോർ ആണ്. ബ്ലൂംബർഗ് ബില്യണയർ ഇൻഡെക്സ് 2021 പ്രകാരം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വെൽത്ത് ഗെയിനർ ആരാണ്? വെൽത്ത് ഗെയിനർ, ധനികൻ നല്ല ചോദ്യം. അടുത്തിടയ്ക്ക് ഏറ്റവും കൂടുതൽ ധനം സമ്പാദിച്ച വ്യക്തി ആരാണ്? വെൽത്ത് ഗെയിനർ 2021 ഇൻഡെക്സ് പ്രകാരം ഗൗതം അദാനിയാണ് കേട്ടോ, ഗൗതം അദാനിയാണ്. എലോൺ മസ്ക് ഒന്നുമല്ല, ഗൗതം അദാനിയാണ്. 10ാമത്തെ ഹ്യൂറൻ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021 1ാം സ്ഥാനം കരസ്ഥമാക്കിയത് ആരാണ്? അല്ലെങ്കിൽ 1ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? ഹ്യൂറൻ ഗ്ലോബൽ റിച്ച് ലിസ്റ്റ് 2021 എലോൺ മസ്ക് ആണ്. 8ാം സ്ഥാനത്തുണ്ട് മുകേഷ് അംബാനി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലം നിർമ്മിക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇങ്ങനെ ഒരു പാലം നിലവിൽ വരുന്നത്. റിയാസി എന്ന് പറയുന്നതാണ് എക്സാക്ട് സ്ഥലം. ചിനാബ് നദിക്ക് കുറുകെ. ഇതിൻ്റെ ഉയരം 359 മീറ്റർ ആണ്. നദിയിൽ നിന്ന് 359 മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം. ചൈനീസ് സഹകരണത്തോടെ UAE പുറത്തിറക്കുന്ന കോവിഡ് വാക്സിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. ചൈനീസ് സഹകരണത്തോടെ UAE പുറത്തിറക്കുന്ന കോവിഡ് വാക്സിൻ്റെ പേര് ഹയാത്ത് വാക്സിൻ എന്നാണ്. ഹയാത്ത് വാക്സിൻ. രാജ്യത്തെ കോവിഡ് വാക്സിൻ സ്വീകരിച്ച ഏറ്റവും പ്രായം കൂടിയ വനിത ആരാണ്? ഓപ്ഷൻസ് നോക്കുക. ജെ കാമേശ്വരിയാണ്. ജെ കാമേശ്വരി 103 വയസ്സാണ്. ജെ കാമേശ്വരി 103 വയസ്സ്.
മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ വേതനം നൽകുന്ന സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. അതിൻ്റെ ഉത്തരം ഹരിയാനയാണ്. 315 രൂപയാണ് വേതനം. കേരളത്തിൻ്റെത് 291 രൂപയാണ്. 315, 291. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ച മിതാലി എക്സ്പ്രസ് പാസഞ്ചർ ട്രെയിൻ ഏതൊക്കെ നഗരങ്ങളെയാണ് തമ്മിൽ ബന്ധിപ്പിക്കുന്നത്? ഇവിടെ ഓപ്ഷൻസ് ഇല്ല. ഇതിൻ്റെ ഉത്തരം ധാക്കയാണ് കേട്ടോ. ധാക്ക, ന്യൂ ജൽപായ്ഗുരിയാണ്. ധാക്ക എന്നുള്ളത് ബംഗ്ലാദേശിലെ സ്ഥലവും അതുപോലെ തന്നെ ന്യൂ ജൽപായ്ഗുരി ഇന്ത്യയിലെ സ്ഥലവുമാണ്. 50ാമത്തെ സ്വാതന്ത്ര്യ വാർഷികത്തോട് അനുബന്ധിച്ചിട്ടാണ് ഇങ്ങനെയൊരു ട്രെയിൻ ആരംഭിച്ചിരിക്കുന്നത്. ധാക്കയ്ക്കും അതുപോലെ തന്നെ ന്യൂ ജൽപായ്ഗുരിക്കും ഇടയ്ക്കാണ് ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത്. രണ്ടാമത്തെ ഖേലോ ഇന്ത്യ വിന്റർ നാഷണൽ ഗെയിംസിന്റെ വിജയി ആരായിരുന്നു? ഓപ്ഷൻസ് നോക്കാം. ജമ്മു കാശ്മീരാണ്. സെക്കൻഡ് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് വിന്നർ ജമ്മു ആൻഡ് കാശ്മീർ. അടുത്തിടെ ഇന്റർനാഷണൽ ബോക്സിംഗ് അസോസിയേഷന്റെ ചെയർപേഴ്സണായിട്ട് നിയമിതമായത് ആരാണ്? ഓപ്ഷൻസ് നോക്കാം. മേരി കോം ആണ് കേട്ടോ. മേരി കോം. 2020 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? 2020 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ആരാണ്? 2020 സമ്മാൻ പുരസ്കാര ജേതാവ് ശരൺ കുമാർ ലിംബാലെയാണ്. മറാത്തി നോവലിസ്റ്റാണ്. കൃതിയുടെ പേര് സനാതൻ എന്നാണ്. സനാതൻ. റിവാർഡ്സ് പ്രൈസ് മണി 15 ലക്ഷം രൂപയാണ്. ശരൺ കുമാർ ലിംബാലെ 2020 സരസ്വതി സമ്മാൻ പുരസ്കാര ജേതാവ് ശരൺ കുമാർ ലിംബാലെ. രാജ്യസഭാ ടിവിയും ലോകസഭാ ടിവിയും സംയോജിച്ച് പുതിയൊരു ടി വി നിലവിൽ വന്നു. ആ ഒരു ടിവിയുടെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കുക. സൻസദ് TV എന്നാണ് കേട്ടോ. സൻസദ് TV എന്നാണ്. ഇതിൻ്റെ CEO രവി കപൂർ ആണ്. രവി കപൂർ. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഡെസ്ക് ആരംഭിച്ചത് എവിടെയാണ്? ഏത് സംസ്ഥാനത്താണ്? തെലുങ്കാനയാണ്. അതുപോലെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടിയിട്ട് സർക്കാർ ജോലിയിൽ സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കർണാടകമാണ്. ഇവിടെ ചോദ്യം കൺഫ്യൂഷൻ ആകരുത്. ഇന്ത്യയിൽ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ഹെൽപ്പ് ഡെസ്ക് ആരംഭിച്ചത് അത് തെലുങ്കാനയാണ്. ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 1ാം സ്ഥാനം സിംഗപ്പൂരാണ്. 2ാം സ്ഥാനം ന്യൂസിലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? ഹെറിറ്റേജ് ഫൗണ്ടേഷന്റെ എക്കണോമിക് ഫ്രീഡം ഇൻഡെക്സ് ഇന്ത്യയുടെ സ്ഥാനം 121. 121. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റിന്റെ പേര് എന്താണ്? ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ പൈലറ്റ് ആയിഷ അസീസ് ആണ്. കാശ്മീരുകാരിയാണ് ആയിഷ അസീസ്. മിസ് ഇന്ത്യ 2020 കിരീടം നേടിയത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. മാനസ വാരണാസി. തെലുങ്കാന സ്വദേശിയാണ് മാനസ വാരണാസി. മിസ് ഗ്രാൻഡ് ഇന്ത്യ 2020 കിരീടം നേടിയത് ആരാണ്? മണിക ഷിയോഖണ്ഡ്. ഹരിയാനയാണ് സ്വദേശം. രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ് ആരാണ്? പ്രതിപക്ഷ നേതാവാണ് ചോദ്യം. ഓപ്ഷൻസ് കണ്ടല്ലോ. മല്ലികാർജുൻ ഖാർഗെയാണ് രാജ്യസഭയുടെ പ്രതിപക്ഷ നേതാവ്. പൂർണ്ണമായും കടലാസ് രഹിത ക്യാബിനറ്റ് യോഗം കൂടിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഹിമാചൽ പ്രദേശാണ്. ആദ്യമായി പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഉത്തർപ്രദേശ്. അടുത്തിടെ ടൈഗർ റിസർവായി അംഗീകാരം ലഭിച്ച മേഘമല ആൻഡ് ശ്രീവില്ലിപുത്തൂർ ഗ്രിസിൽഡ് സ്ക്വിറൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് നോക്കുക. സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ 5ാമത്തെ കടുവ സങ്കേതമാണ്. അതുപോലെ തന്നെ രാജ്യത്തെ 51ാമത്തെ കടുവ സങ്കേതം ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ജിയോ തെർമൽ പവർ പ്രൊജക്ട് സ്ഥാപിക്കുവാൻ പോകുന്നത് എവിടെയാണ്? ജിയോ തെർമൽ പവർ പ്രൊജക്റ്റ് ആണ് എവിടെയാണ് സ്ഥാപിക്കാൻ വേണ്ടി പോകുന്നത്? ലഡാക്കിലാണ്. പുഗ വില്ലേജ് ലഡാക്കിലാണ് അത് സ്ഥാപിതമാകുന്നത്. 2021 ഫെബ്രുവരി 6 150ാമത് ജന്മവാർഷികം ആഘോഷിച്ച കേരളത്തിന്റെ നവോത്ഥാന നായകൻ ആരാണ്? ഓപ്ഷൻസ് നോക്കാം. CV കുഞ്ഞിരാമൻ.
കേരളത്തിലെ ആദ്യ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് നിലവിൽ വന്നത് എവിടെയാണ്? എറണാകുളമാണ് കേട്ടോ. എറണാകുളം ജനറൽ ഹോസ്പിറ്റലാണ് കേരളത്തിലെ ആദ്യത്തെ ഹ്യൂമൻ മിൽക്ക് ബാങ്ക് നിലവിൽ വന്നത്. വിദ്യാഭ്യാസ മന്ത്രാലയം സമഗ്ര ശിക്ഷ സ്കീമിൻ്റെ കീഴിലുള്ള സ്കൂളുകളെയും ഹോസ്റ്റലുകളെയും ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്യുന്നത്, അങ്ങനെ തീരുമാനിച്ചിരിക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ്. അടുത്തിടെ പ്രസിദ്ധീകരിച്ച ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെന്റ് എഴുതിയത് ആരാണ്? ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിന്റെ ഉത്തരം ദലൈലാമയാണ്. ദലൈലാമയുടെ ബുക്കിന്റെ പേരാണ് ദ ലിറ്റിൽ ബുക്ക് ഓഫ് എൻകറേജ്മെന്റ്. അടുത്തിടെ ഏത് സ്റ്റേഡിയത്തിനാണ് നരേന്ദ്രമോദിയുടെ പേര് നൽകിയത്? മൊട്ടേര സ്റ്റേഡിയമാണ്. മൊട്ടേര സ്റ്റേഡിയം. കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? ഏറ്റവും ആദ്യത്തെ ട്രൈബൽ താലൂക്ക് ഏതാണ്? ഓപ്ഷൻസ് നോക്കുക. ഇതിന്റെ ഉത്തരം അട്ടപ്പാടിയാണ്. അട്ടപ്പാടി. സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് കേരള പോലീസ് 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച ആപ്ലിക്കേഷന്റെ പേര് എന്താണ്? നിർഭയ എന്നാണ്. നിർഭയ. കേരള പോലീസിന്റെ തന്നെ ഒരു ആപ്ലിക്കേഷനാണ് നിർഭയ എന്നുള്ളത്. അടുത്തിടെ ഏത് സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? രാജ്യത്തെ തന്നെ ഏറ്റവും ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എവിടെയാണ് നിലവിൽ വന്നത്? കേരളത്തിലാണ് കേട്ടോ. കേരളത്തിലാണ്. ആ ഒരു യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ്? കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസ് ആൻഡ് ഇന്നൊവേഷൻ, ഡിജിറ്റൽ സയൻസ്, ഇന്നൊവേഷൻ ആൻഡ് ടെക്നോളജി എന്നാണ്. തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ വൈസ് ചെയർമാൻ പ്രൊഫസർ സജി ഗോപിനാഥ് ആണ്. സജി ഗോപിനാഥ്. സംസ്ഥാനത്ത് പുതുതായിട്ട് നിലവിൽ വന്ന 5ാമത് റേഷൻ കാർഡിന്റെ നിറം എന്താണ്? പുതുതായിട്ടൊരു റേഷൻ കാർഡ് കൂടി വന്നു. അതിന്റെ നിറം എന്താണ്? ബ്രൗൺ നിറമാണ് കേട്ടോ. ബ്രൗൺ നിറമാണ്. ഓപ്ഷൻ കണ്ടു. ബ്രൗൺ നിറമാണ്. ഇതിൽ ഏറ്റവും പ്രയോറിറ്റി ഉള്ള കാർഡ് AAY കാർഡാണ്. അതായത് അന്ത്യോദയ അന്നയോജന കാർഡാണ്. അതിൻ്റെ നിറം മഞ്ഞയാണ്. ഇനിയിപ്പം പൊതുവിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളത് വെള്ള കളറ് കാർഡാണ്. ഇപ്പം പുതുതായിട്ട് മറ്റൊരെണ്ണം കൂടി വന്നു. അതാണ് ബ്രൗൺ നിറം. സംസ്ഥാനത്തെ ആദ്യ ഹരിത സബ് ജയിൽ എവിടെയാണ്? ഓപ്ഷൻസ് നോക്കുക. കണ്ണൂരാണ് കേട്ടോ. കണ്ണൂരാണ്. സ്പെഷ്യൽ സബ് ജയിൽ കണ്ണൂർ. ഏത് കേന്ദ്രഭരണ പ്രദേശത്തെ ഗുക്കി മഷ്റൂമിന് ആണ് GI ടാഗ് ലഭിച്ചത്? ഈ ഗുക്കി മഷ്റൂം എവിടത്തെയാണ്? ഏത് പ്രദേശത്തെയാണ്? ഓപ്ഷൻസ് കണ്ടല്ലോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് കേട്ടോ. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഗുക്കി മഷ്റൂം ഉള്ളത്. അതിന് GI ടാഗ് ലഭിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ ഔദ്യോഗിക ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് ആരാണ്? അടുത്തിടയ്ക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. 760 ഗോളുകളാണ്. 2021 ജനുവരിയിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പൊതുജന ആരോഗ്യ രംഗത്തെ മികച്ച മാതൃകാ പദ്ധതിയായി തിരഞ്ഞെടുക്കപ്പെട്ട കേരള സംസ്ഥാന ആരോഗ്യ വകുപ്പ് ക്ഷയ രോഗ നിവാരണ പദ്ധതി, അതിൻ്റെ പേര് എന്താണ്? ഓപ്ഷൻസ് നോക്കാം. അതിൻ്റെ പേര് അക്ഷയ കേരളം എന്നാണ്. അക്ഷയ കേരളം എന്നാണ്. സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ അത് മോഹൻലാലാണ് കേട്ടോ. അക്ഷയ പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ മോഹൻലാലാണ്. സ്ത്രീധന വിരുദ്ധ പോരാട്ടത്തിന്റെ ബ്രാൻഡ് അംബാസഡറായിട്ട് നിയമിതനായ സിനിമാ നടൻ ആരാണ്? ടോവിനോ തോമസ് ആണ് കേട്ടോ. ടോവിനോ തോമസ് ആണ്. 2021 ജനുവരിയിൽ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും തത്വചിന്തകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ച സർവകലാശാല ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. മുംബൈ യൂണിവേഴ്സിറ്റിയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും തത്വചിന്തകളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുവാൻ തീരുമാനിച്ചത് മുംബൈ യൂണിവേഴ്സിറ്റിയാണ്. അതുപോലെ നമുക്കറിയാം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട്. അതെവിടെയാണ്? കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ ആപ്തവാക്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്നാണ്. അഥവാ ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ എന്നാണ്. ലിബറേഷൻ ത്രൂ എഡ്യൂക്കേഷൻ അഥവാ വിദ്യ കൊണ്ട് പ്രബുദ്ധർ ആവുക. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയുടെ സ്മാരക മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് എവിടെയാണ്? ഓപ്ഷൻസ് നോക്കാം. മറീന ബീച്ചിലാണ് കേട്ടോ. ഫിനിക്സ് പക്ഷിയുടെ മാതൃകയിലുള്ള ഒരു സ്മാരക മന്ദിരമാണ്. മറീന ബീച്ചിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? 2021 ഹരിവരാസനം പുരസ്കാരം നേടിയത് ആരാണ്? ഓപ്ഷൻസ് നോക്കുക. MR വീരമണി രാജുവാണ്. MR വീരമണി രാജുവിനാണ് 2021 ഹരിവരാസനം പുരസ്കാരം കിട്ടിയത്.
2020 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2020 ഓപ്ഷൻസ് നോക്കുക. എം ലീലാവതിക്കാണ് കേട്ടോ. എം ലീലാവതിക്കാണ് 2020 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പട്ടികവർഗ വിഭാഗത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണ്? ഓപ്ഷൻസ് കണ്ടല്ലോ, ആരാണ്? രാധിക മാധവനാണ്. മലമ്പുഴ പഞ്ചായത്തിലാണ് മത്സരിച്ചത്. രാധിക മാധവൻ. 13ാമത് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? 13ാമത് ബഷീർ പുരസ്കാരം നേടിയത് ആരാണ്? എം കെ സാനുവിനാണ് 13ാമത് ബഷീർ പുരസ്കാരം കിട്ടിയത്. അജയ്യത്തയുടെ അമരസംഗീതം എന്ന കൃതിക്കാണ് ബഷീർ പുരസ്കാരം എം കെ സാനുവിന് ലഭിച്ചത്. 2020 നാഷണൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അവാർഡിന് അർഹ ആയത് ആരാണ്? ഓപ്ഷൻസ് കണ്ടല്ലോ. ഇതിൻ്റെ ഉത്തരം ഡോക്ടർ ഷൈല ക്യാനിയാണ്. ഷൈല ക്യാനി, ജമ്മു ആൻഡ് കാശ്മീരാണ് സ്വദേശം. 2021 പത്മഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ മലയാളി ഗായിക ആരാണ്? ഓപ്ഷൻസ് നോക്കുക. KS ചിത്രയാണ്. KS ചിത്ര. ഏത് രാജ്യത്തിൻ്റെ മുൻ പ്രധാനമന്ത്രിക്കാണ് 2021 പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചത്? ഷിൻസോ അബെയ്ക്കാണ്. ഷിൻസോ അബെ. 2022 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? 2022 വനിതാ ഏഷ്യൻ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഏത് രാജ്യമാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഏതാണ്? ഇന്ത്യയാണ് കേട്ടോ. ഇന്ത്യയാണ്. 2022 വനിതാ ഏഷ്യൻ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ്. 2023 18ാമത് AFC ഏഷ്യൻ കപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ഓപ്ഷൻസ് കണ്ടല്ലോ. ഇതിൻ്റെ ഉത്തരം ചൈനയാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ഏകദേശം 120ഓളം ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് മോക്ക് ടെസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നൊരു കാര്യം സ്വയം വിലയിരുത്തുക. കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ റെസ്പോൺസ്, അതിപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഓക്കെ, അപ്പോൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2020 ജാനുവരി മുതൽ 2021 സെപ്റ്റംബർ വരെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുകാലിക വിവരങ്ങൾ, ഓരോ മാസത്തിലെയും 100 മുതൽ 150ഓളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആനുകാലിക വിവരങ്ങൾ ചേർത്തിണക്കിക്കൊണ്ട്, അതായത് 2000 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു ബുക്ക് ഇൻസ്റ്റാമോജയിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.